ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് എനിക്ക് ഒരുപാട് ലൈക്സും പിന്നെ അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. പിന്നെ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, വീഡിയോ കണ്ടിട്ട് അതിനൊരു ലൈക്ക് തരണം, അതുപോലെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് നമ്മൾ വീഡിയോ കുറേ ആൾക്കാരിൽ എത്താൻ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് എൻ്റെ തറവാട്ടിലേക്ക് കേട്ടോ. എൻ്റെ ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണ് എൻ്റെ തറവാട്. തറവാടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഞങ്ങളുടെ കുളവും. അപ്പോൾ കുളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ അവിടെ പോണത്. കുളിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, മക്കളെ നീന്തൽ പഠിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം മഴക്കാലത്തെ കുളം ഇങ്ങനെ ഒഴുകി പോവുള്ളൂ, അപ്പോഴാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് മക്കളെ നീന്തൽ പഠിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ അബുദാബിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ നാട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ജൂലൈ ഓഗസ്റ്റിൽ വെക്കേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ വരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ തറവാട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ മഴക്കാലമായതുകൊണ്ട് ഈ കുളമൊക്കെ നിറഞ്ഞിരിക്കും. പിന്നെ നമ്മളെ തറവാട് വീടിൻ്റെ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ ഫുൾ തോട്ടങ്ങളാട്ടോ, ഈ കഴുങ്ങും തോട്ടമൊക്കെയാണ്. അപ്പോൾ ഒരുപാട് കുളങ്ങളുണ്ട്, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കുളങ്ങളാണ്. മാത്രമല്ല ഞങ്ങൾ തറവാട് വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കുറേ ഉള്ളോട്ടാണ് കേട്ടോ. അതായത് മെയിൻ റോഡിൻ്റെ ഒന്നും അടുത്തല്ല. അപ്പോൾ എൻ്റെ വല്യപ്പക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ത്, മെയിൻ റോഡിലൊരു വീടും പണിയണം എന്നുള്ളത്. അങ്ങനെ വല്യപ്പ ഉണ്ടായപ്പോൾ പണിഞ്ഞ വീടാണ് ഞാൻ ആദ്യം കാണിച്ച വീട്. അതായത് നമ്മൾ ആദ്യം കാറിൽ നിന്ന് പുറപ്പെട്ടില്ലേ, അത് മെയിൻ റോഡിൽ തന്നെയാണ്. ഇപ്പം റോഡ് പണിയൊക്കെ ആയപ്പോൾ മുന്നിന്ന് വീണ്ടും കുറേ സ്ഥലം പോയി. ഇപ്പം ഏകദേശം റോഡും വീടൊക്കെ ഒരേ ട്രാക്കിൽ തന്നെയായി. ഇതാണ് ഞങ്ങളുടെ തറവാട് വീട്. ഇതിപ്പോൾ തൽക്കാലം ഒരു ഫാമിലിക്ക് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഒന്നുമല്ല, ജസ്റ്റ് വീട് നശിച്ചു പോകാണ്ടിരിക്കാനും അതൊന്ന് മെയിൻറ്റെയിൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. മുകളിലൊക്കെ ഫുൾ ഓട് തന്നെയാണ്, പക്ഷേ അകത്തുള്ള മരമൊക്കെ ഫുള്ള് നശിച്ചു പോയിട്ട് മരമെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഫുൾ ട്രസ്റ്റ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാട്ടോ ഓടൊക്കെ ഇട്ടിട്ടുള്ളത്. ഈ വീട് ഇപ്പോഴും വന്ന് കാണുമ്പോൾ ഒരുപാട് മെമ്മറീസ് ആട്ടോ ഇപ്പോഴും മനസ്സിലേക്ക് വരുന്നത്. ഇത് പിന്നെ നമ്മൾ ഉപയോഗിക്കാത്തൊരു കിണറാട്ടോ. വേറെ നല്ലൊരു കിണർ ഞങ്ങൾക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തൊരു കാർ ഷെഡും ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു തൊഴുത്തുണ്ട് കേട്ടോ. ഈ പോകുന്നതാണ് നമ്മളെ കുളത്തിലേക്കുള്ള വഴി. പക്ഷേ ഇത് നമ്മളൊന്നും അന്ന് ഈ വഴിയല്ല കേട്ടോ പോകുക. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ നമ്മളെ പറമ്പിലൂടെ കുളത്തിലേക്കൊരു വഴിയുണ്ട്. ഇത് ആക്ച്വലി പബ്ലിക്കിന് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് കേട്ടോ. പിന്നെ ഈ ഏരിയയിലുള്ള എല്ലാ മക്കൾക്കും നീന്തൽ അറിയാം കേട്ടോ. കുഞ്ഞി മക്കൾ മുതൽ വലിയ ആളുകൾക്ക് വരെ നീന്തൽ അറിയാം. കാരണം ചെറുപ്പം മുതലേ ഇവിടെ വളർന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ചെറിയ ചെറിയ കുളങ്ങളും തോടുകളൊക്കെ ആണ്. അപ്പോൾ നീന്തൽ പഠിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അന്നൊക്കെ നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ട്യൂബോ അല്ലെങ്കിൽ ജാക്കറ്റോ അതൊന്നും അത്ര കോമൺ ആയിട്ട് അവൈലബിൾ അല്ലായിരുന്നു. അന്ന് നമ്മൾ നീന്തൽ പഠിക്കാനായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് കയറ് കൊണ്ടുപോകും, അതുപോലെ ഷോൾ കൊണ്ടുപോകും. പിന്നെ അതുപോലെ കൊട്ടത്തേങ്ങയല്ലേ, ഉള്ളിൽ ഉണങ്ങിപ്പോയിട്ടുള്ള തേങ്ങ ആകുമ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അപ്പം അങ്ങനത്തെ 2 തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്നും നാരെടുത്ത് അത് കെട്ടിയിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും താവൂല. അപ്പോൾ അതിനെ നമ്മൾ മുത്തല എന്നാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ. ഇത് നമ്മുടെ വലിയ കുളത്തിൻ്റെ അടുത്തുള്ളൊരു കുളാട്ടോ. സംഭവം നല്ല ക്ലിയർ വാട്ടറാണ്, പക്ഷേ ചെറിയ കുളമാണ്. നമുക്ക് ഒരുപാടിങ്ങനെ നീന്തി കളിക്കാനൊന്നുള്ള സ്പേസ് ഇല്ല. വേണമെങ്കിൽ ജസ്റ്റ് ഇറങ്ങി കുളിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മളെ കുളത്തിനോട് ചേർന്നിട്ടൊരു പള്ളി ഉണ്ട് കേട്ടോ. ഒരു ചെറിയ പള്ളിയാണ്, ജുമാ ഒന്നും ഇല്ലാത്ത പള്ളിയാണ്. പണ്ടൊന്നും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുളത്തിൽ കുളിക്കാനുള്ള ടൈമിങ്സ് ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കാരണം നിസ്കരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഭയങ്കര ബഹളവും
ആർപ്പും വിളിയൊക്കെ ആയതുകൊണ്ട് അത് നിസ്കരിക്കുന്നവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. മാത്രമല്ല എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഹൈറ്റിൽ നിന്നൊക്കെ മതിലിൻ്റെ മുകളിൽ നിന്നൊക്കെ ഓടി വന്ന് ചാടുമായിരുന്നു കേട്ടോ. അങ്ങനെ കുളത്തിൽ ഒരു 4-5 പ്രാവശ്യം ഒരു ദിവസം കുളത്തിൽ വന്ന് കുളിക്കുകയല്ല, ഇങ്ങനെ ചാടി നീന്തി അങ്ങനെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഗ്രാജുവലി അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടോ, കാരണം മതിലുകളൊക്കെ ഇടിയാൻ തുടങ്ങി. പിന്നെ ഇവിടെ സൈഡിലൊക്കെ പാറയായിരുന്നു, ആദ്യം മണ്ണൊക്കെ ആയിരുന്നു. അതൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നൊക്കെ നീന്തൽ പഠിപ്പിച്ചത് എൻ്റെ കുഞ്ഞിപ്പാണ് കേട്ടോ. കുഞ്ഞിപ്പ എന്ന് പറയുമ്പോൾ എൻ്റെ എളാപ്പ. ഞാൻ നീന്തൽ പഠിച്ച ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല. കാരണം എൻ്റെ അരയിലൊരു കയറ് കിട്ടും, എന്നിട്ട് ഈ സൈഡിൽ കുഞ്ഞിപ്പ ഇങ്ങനെ നിൽക്കും, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീന്തും. ഈ കയറിൻ്റെ ഒരറ്റം കുഞ്ഞിപ്പ പിടിച്ചിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അത് ലൂസാക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാനതൊന്നും അറിയുന്നില്ല. എൻ്റെ വിചാരം കുഞ്ഞിപ്പ നല്ല സ്ട്രോങ് ആയിട്ട് കയറ് പിടിക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഒരു സപ്പോർട്ടിലാണ് നീന്തുന്നത് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അങ്ങനെ എന്നെ പിടിച്ച് മുകളിലോട്ട് കയറ്റി. അന്ന് എനിക്കൊരു 10-11 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ പിടിച്ച് മുകളിലോട്ട് കയറ്റിയപ്പോൾ എൻ്റെ കയറൊക്കെ ഊരി. ഞാൻ ചോദിച്ചു, എന്തിനാ കുഞ്ഞിപ്പ കയർ ഊരണേ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കയർ ഊരിയിട്ട് എന്നെ എടുത്ത് നേരെ ഈ കുളത്തിൻ്റെ നടുവിലേക്ക് ഇട്ടു. അന്നത്തോടെ ഞാൻ നീന്തലിൽ എക്സ്പേർട്ടായി. അങ്ങനെ തന്നെ കേട്ടോ ഒട്ടുമിക്ക കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നത്. ആദ്യം വെള്ളത്തിനോടുള്ളൊരു പേടി മാറ്റും, പിന്നെ അത്യാവശ്യം തുഴയാനും കൈയും കാലൊക്കെ ഇട്ട് തുഴയാനുള്ളൊരു എനർജി ആയിന്ന് കണ്ട എടുത്ത് നടുവിലേക്ക് ഇടും. പിന്നെ കുട്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ നീന്തി കരയിലെത്തും. പക്ഷെ അവരൊക്കെ അത്രയും എക്സ്പേർട്സ് ആണ് കേട്ടോ. അതിൻ്റെ കോൺഫിഡൻസിലാണ് നമ്മളെ നടുവിലേക്ക് ഇടുന്നത്. കാരണം നമ്മൾ എവിടെ വെച്ച് നമുക്ക് പറ്റൂല എന്ന് തോന്നിയാലും അവർക്ക് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് നീന്താൻ മാത്രം അറിഞ്ഞാൽ പോരാ, മുങ്ങുന്ന ഒരാളെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിനും കൂടെ കോൺഫിഡൻസ് ഉള്ള ആളുകളാണ് നമ്മൾ ഈ നീന്തൽ പഠിപ്പിക്കുന്നത്. എൻ്റെ 3 മക്കളെയും ഞാനാട്ടോ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കുളം നിറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ സൺഡേയും ഇവിടെ വരും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ജാക്കറ്റിൽ ഫുൾ എയറൊക്കെ നിറച്ചിട്ട് ഞാൻ അവരെ ഇറക്കും വെള്ളത്തിലേക്ക്. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ അവർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യും കാലൊക്കെ ഇട്ട് അങ്ങനെ തുഴയും. പിന്നെ അങ്ങനെ അവർ നല്ല കോൺഫിഡൻറ്റിൽ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വിം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ മെല്ലെ 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 കുറേശ്ശായിട്ട് ആ ജാക്കറ്റിലെ എയർ അങ്ങനെ കളയും. ഓരോ സ്ഥലത്ത് എയർ കുറേശ്ശായിട്ട് കളയും. അതവരറിയില്ല. പിന്നെ ലാസ്റ്റ് ജാക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ കാര്യമായിട്ട് എയർ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ ആ ഒരു സമയം കൊണ്ട് അവർ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ തുഴഞ്ഞ് വെള്ളത്തിൻ്റെ പേടിയൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ അവസാനത്തെ അടവ് എന്ന് പറഞ്ഞാൽ എടുത്ത് നടുവിലേക്ക് ഇടാം. അപ്പോൾ അവർ സ്വിം ചെയ്ത് എന്തായാലും തിരിച്ച് നമ്മളെ അടുത്തേക്ക് എത്തും. ആ ഒരു ഇടുന്ന ദിവസം ഞാൻ ഉപ്പാനെയോ അല്ലെങ്കിൽ കുഞ്ഞിപ്പാനെയോ അങ്ങനെ പ്രോ ആയിട്ടുള്ള ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവുന്ന ദിവസമാണ് നമ്മൾ ഈ നടുവിലേക്ക് എടുത്തിടുന്ന ചടങ്ങ്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് അവർ സ്വിം ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ റെഡിയായി. പിന്നെ അന്നേരം കുറച്ച് വെള്ളമൊക്കെ കുടിക്കും, മൂക്കിലും വായിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കയറും. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു അവർക്ക് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ പഠിച്ചു എന്ന്. പിന്നെ നമ്മൾ പഠിച്ചതെന്നും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വരണം. അപ്പോൾ പിന്നെ അവർ ഓട്ടോമാറ്റിക് അങ്ങ് റെഡിയാവും. നമ്മൾ ഈ കുളത്തിലെ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളമല്ല കേട്ടോ, ഒരു സൈഡിലൂടെ ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കുളത്തിൻ്റെ അടിയിലുള്ള പുല്ലും പാറയും വരെ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളം ഒലിച്ചു പോണ ഈ ചെറിയ ഈ തോടില്ലേ, ഈ തോടിലൂടെ നേരെ നടന്നു പോയ എൻ്റെ ഉമ്മൻ്റെ തറവാട്ടിലാണ് കേട്ടോ എത്തുക. ഞാൻ ചെറുതായിരിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഡിസ്റ്റൻസ് പോകാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ജീപ്പോ കാറൊക്കെ എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ നടന്നു പോകാറ് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലെത്തും. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. ആദ്യം ഇത് ആണുങ്ങൾക്ക് മാത്രമേ ഇവിടെ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അൽഹംദുലില്ലാഹ് ഇവിടെ പെണ്ണുങ്ങൾക്കും സൗകര്യമുണ്ട്. അതുപോലെ ഈ ബ്ലാക്ക് മെറ്റൽ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞങ്ങളെ തറവാട്ടിലേക്കുള്ള വഴിയാട്ടോ. ആ വഴിയാണ് നമ്മളെ വീടിൽ നിന്ന് നേരെ കുളത്തിലേക്ക് വരാൻ പറ്റുന്ന വഴി. അത് പക്ഷേ ആ മതിലിൻ്റെ മുകളിൽ നിന്ന് കുട്ടികളൊക്കെ ചാടുന്നതുകൊണ്ട് അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞായറാഴ്ച ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുളം ഫുള്ള് പിള്ളേരാട്ടോ.
ഈ കുളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ഈ തോട്ടങ്ങളൊക്കെ നമ്മുടെ തോട്ടങ്ങളാണ്. അവിടെയൊക്കെ പുല്ലൊക്കെ വെട്ടി മെയിൻറ്റെയിൻ ചെയ്യലൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അതൊക്കെ പിന്നെ ഉപ്പാണ് പണിക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ചെയ്യാറ്. അങ്ങനെ രാവിലത്തെ ആ ഒരു 2-3 മണിക്കൂർ നീന്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിശപ്പാട്ടോ. അപ്പോൾ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് റെസ്റ്റ് എടുക്കും. ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ വീടും റോഡൊക്കെ ഒന്നായ പോലെയുള്ളത്. വീട്ടിലേക്ക് വണ്ടി വന്നാലും റോഡിലൂടെ വണ്ടി പോയാലും നമുക്ക് ഏകദേശം സെയിം ഫീലിംഗ് ആണ്. മാത്രമല്ല വീട് എത്ര വൃത്തിയാക്കിയാലും വീട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് മണ്ണും ഒരുമാതിരി കറുത്ത പൊടിയൊക്കെയാണ്. അതിനാട്ടോ ആ വലിയ ഷീറ്റ്, ആ മുകളിലത്തെ ബാൽക്കണിയിലൊക്കെ ആ വലിയ ഷീറ്റ് വലിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.